ഇനി ഇതൊക്കെ ഇട്ട് നമ്മുടെ സമീർത ഒരു ക്യാറ്റ് വാക്ക് നടത്തുമ്പോ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ? തകർക്കുമായിരിക്കും അല്ലെ? നോക്കാം. കണ്ടോ നിങ്ങൾ കണ്ടു പഠിച്ചാ? ഭയങ്കര ഷോളിട്ട് ഇങ്ങനെ ഇറക്കണോ, അതിട്ട് ഇങ്ങനെ ഊരുന്നു, പിന്നെ ഒരു ഇങ്ങനെ ഒരു നോട്ടാ, പിന്നെ അങ്ങോട്ട് പോകുന്നു. എന്തൊക്കെ മിസ് ജോസഫൈൻ മറന്നുപോയാ? മുൻപരിചയം ഉണ്ട്. LP സ്കൂളെങ്കിലും ആണല്ലോ, അതുപോലെ മുളകുകാടില്ല. കണ്ടോ കണ്ടോ കണ്ടാ? വെള്ളത്തിന് സമരം ചെയ്ത് ഹണിമൂണിന് ജയിലിലായിരുന്നു. ഇനി LP സ്കൂളിന് സമരം ചെയ്ത് ഇനി അടുത്ത പ്രസവത്തിന് ജയിലിലായിരിക്കും. എന്റെ ദൈവമേ, എന്റെ സമീർത്ത് ഇവിടെ ഇരുന്ന് കൗണ്ടർ അടിക്കും. ഒരു കൗണ്ടർ പോലും സഹിക്കാനുള്ള മാനസിക ശക്തി ഇല്ലാത്ത ആളാണ് വേറെ ആൾക്ക് കൗണ്ടർ അടിക്കണം. എന്ത് പറയണ സമീർ? എന്ത് പറയണോ? കലക്കി ഈ മൊത്തത്തിലുള്ള കളറിന് മാച്ചിങ് ആയിട്ട് വരുന്ന റെഡിഷ് കിട്ടാൻ വേണ്ടിയാണ് വളയും കമ്മലും എല്ലാം പാദസരം അടക്കം എടുക്കും എന്ന് എനിക്ക് നന്നായിട്ട് എടുക്കും എന്നറിയാം. കാരണം ഞാൻ പോയി ഷോപ്പ് ചെയ്യും. അപ്പൊ ഒരു കാര്യം, നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് പോവാ അല്ലെ? അഭിഷിക്കിന്റെ സെലക്ഷൻ ഒക്കെ കൊള്ളാം, നല്ല ചുരിദാർ. എന്തോ കുറ്റം പറയാൻ വരിക? സെലക്ഷൻ ഒക്കെ കൊള്ളാം. കേക്കട്ടെ അല്ല വരുന്നതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓർണമെന്റ്സ് ആയാലും നല്ല സെലക്ഷൻ ആണ്, ചുരിദാർ നല്ല സെലക്ഷൻ ആണ്. പക്ഷെ ചുരിദാറും ഓർണമെന്റ്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ അഭിപ്രായത്തില് എനിക്കും തോന്നി വൈറ്റ് കളർ സ്റ്റോൺ ആകുമ്പോ കുറച്ചുകൂടെ ഭംഗി വന്നേനെന്ന് എനിക്ക് തോന്നി. അല്ല, ഈ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ആ വർക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നത് വൈറ്റ് കളർ സ്റ്റോൺ ഇവിടെ ഉള്ളപ്പോ ഇവിടെ വീണ്ടും വൈറ്റ് കളർ സ്റ്റോൺ ഇട്ടാ ഭയങ്കര ബോറായിരിക്കും. കളർ കോമ്പിനേഷൻ ഒക്കെ വളയുടെ കുഴപ്പമില്ല. വള കുറച്ചുകൂടെ ഹെവി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. വള ഇച്ചിരൂടെ റൂബിയിലൊക്കെ ഇത്രയും ഹെവി വള വരുമോ? ഇത്രയും തന്നെ ഇത് തന്നെ റൂബി ഞാൻ അവിടെ നോക്കി. അതിലുള്ള വലിയ വളയാണ് ഒരെണ്ണം. ബാക്കി 2 വള ഞാൻ എടുത്തിട്ടുണ്ട്. കാണിച്ചോളൂ, വളയൊക്കെ കാണിച്ചോളൂ, രഞ്ജിനി കാണട്ടെ. എന്റെ അഭിപ്രായത്തിലാണ് ഞാനാണല്ലോ എന്റെ ഭാര്യയെ സുന്ദരിയാക്കാനായിട്ട് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ സങ്കല്പത്തില് ഇത് നല്ല സൗന്ദര്യം ഉണ്ടാക്കി എന്ന് തന്നെയാണ്. അഭിഷിക്കയുടെ ഭാര്യയുടെ കാര്യം എല്ലാരും അവരുടെ ഭാര്യ തന്നെയാണ് സുന്ദരിയാക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ നമ്മളുടെ അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞോ. പറഞ്ഞോട്ടെ, അവര് എന്തെങ്കിലും പറയട്ടെ. അല്ല, പറയാൻ വേണ്ടി പറയുന്ന പോലെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സെമീർ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഡ്രസ് സെൻസ് നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഡ്രസ് സെൻസ് ഉള്ള ഒരു പെണ്ണ. സമീറെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. അടുത്ത ധന്യ. രഞ്ജിനെ കൊണ്ട് ഒന്നും പറയിപ്പിച്ചില്ല. ധന്യ. അഭിഷ്കായിരുന്നു. പിന്നെ സൽവാറിന്റെ അവിടെ പോയി കുറെ നോക്കിയിട്ട് തന്നെ എടുത്തത്, സെലക്ട് ചെയ്തത്. കാരണം കുറെ കളേഴ്സ് നോക്കി. പിന്നെ ഫസ്റ്റ് ഒരു പിങ്ക് മജന്ത ഒക്കെ പറഞ്ഞു കേട്ടു. കാരണം ആ കളറിനോട് ഇഷ്ടം കൂടുതലുണ്ട് തോന്നുന്നു അല്ലേ? അതല്ല, ഞാന് ഇവിടെ എല്ലാവരും സാരിയാണ് എടുത്തത്. സാരി എന്ന് വെച്ചാൽ ഈസി പർച്ചേസ് ആണ്. ഇവിടെ 8 ഭർത്താക്കന്മാര് സാരി, ഞാനും സെലിവും മാത്രമാണ് ഈ റിസ്കി ഷോപ്പിംഗിലേക്ക് പോയത്. ചുരിദാർ എന്ന് പറഞ്ഞാൽ അതായത് അല്ല ശരിയല്ലേ, ഇപ്പം ചുരിദാർ എടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു കഷ്ടപ്പാട് തന്നെയാ. അതെ, ഇപ്പം സെമീറയുടെ ചുരിദാർ സൈസ് രഞ്ജിനിക്ക് ഇടാനൊക്കെ ഇടാനൊക്കത്തില്ല. പക്ഷെ സാരി ഉടുക്കാൻ പറ്റും. സാരി ആയാലും ചുരിദാർ ആയാലും സെലക്ഷൻ നല്ലതായിരിക്കും. ഞങ്ങളൊരു റിസ്കി പർച്ചേസ് ഷോപ്പിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, കാരണം സെലക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം നമ്മള്. പിന്നെ സമീർത്തേക്ക് ശരിയാ പറഞ്ഞത്, നല്ല ഡ്രസ് സെൻസ് ഉണ്ട്. ഇവിടെ വരുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ട് ഓർണമെന്റ്സ് ഇടുക, വെറൈറ്റി ആയിട്ട് ഡ്രസ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ആളാ. പിന്നെ ആ കാറ്റ് ബാഗ് പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ. താങ്ക് യു സോ മച്ച്. നല്ല മനസ്സിന് നന്ദി. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതെന്ന് പറയുന്ന നല്ല മനസ്സിന് നന്ദി. നല്ല കാര്യം നല്ലത് കണ്ടാ നല്ലെന്ന് പറഞ്ഞാൽ നല്ല മനസ്സിന് നന്ദി. ഓക്കെ, ഇനി ശരി. ഹബീസ്കാരുടെ സെലക്ഷൻ ഒക്കെ സൂപ്പറാണ്. കാരണം ഇതിന്റെ കൂടെ ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ മഹാബോറാണ്. സ്റ്റോൺ ഉള്ള എന്തെങ്കിലും വള, മാല, കമ്മൽ, ഇത് സ്റ്റോൺ ഇട്ടാലേ ഈ ഡ്രസ്സിന്റെ കൂടെ ചേരുള്ളൂ. നല്ല സെലക്ഷൻ ആണ്. നല്ല, അതായത് മോതിരം എടുത്തില്ലേ? എടുത്തു. മോതിരം അദ്ദേഹത്തിന് വലിയ ക്രൈസുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഒരു മോതിരം ഞാൻ എടുത്തുള്ളൂ. എല്ലാ കയ്യിലും സാധാരണ ഇടാറില്ല. വെഡിങ് റിംഗും പിന്നെ ഇത് മാത്രമേ ഇടാറുള്ളൂ. അത് ഈ മോതിരം എന്റെ ഫിംഗർ റിംഗിന് തന്നെ പാകമാകുകയും ചെയ്തു.
പാദസരം കാണാൻ പറ്റുന്നില്ല. അവിടെ എടുത്തു വെച്ചപ്പോ ഞങ്ങൾ കണ്ടു നല്ല ഭംഗിയുള്ള പാദസരമായിട്ട്. വിജി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സമീറയാ എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത്. താങ്ക് യു. കാരണം ഈ ഒരു മോഡൽ ചുരിദാർ ഇട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഡിഫറെന്റ് ലുക്ക് ആയിരുന്നു സമീറയെ കാണാൻ. പിന്നെ ഷിനു പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റ് ആണ്. കാരണം ഇതിന്റെ കൂടെ ഗോൾഡ് എടുത്തിരുന്നെങ്കിൽ ഫ്ലോപ്പ് ആയി പോയെന്നെ. പിന്നെ അഭിസിക പറഞ്ഞ പോലെ ഇത് നമ്മുടെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യയെ സുന്ദരിയാക്കുക എന്നായിരുന്നു. അല്ലാതെ റിസ്കി പർച്ചേസ് എടുക്കുന്നവർക്ക് നടത്തുന്നവർക്ക് കൂടുതൽ മാർക്ക് കിട്ടും അങ്ങനെ അല്ലായിരുന്നു. റിസ്ക് എടുത്തതിന്റെ പിന്നില് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോ ഭാര്യയ്ക്ക് എപ്പോഴും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഭാര്യയുടെ കറക്റ്റ് സൈസ് അറിയാം. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ കൂടെ വേണം. അല്ലാതെ ചുമ്മാ അല്ലല്ലോ നമ്മൾ ഇവിടെ ഒരു മത്സരത്തിന് ഒന്നിക്കല്ലേ. അപ്പൊ ആ സ്പിരിറ്റിൽ എടുത്ത് തന്നെയാണ് ഞങ്ങൾ റിസ്ക് എടുത്ത് ചുരിദാർ തന്നെ സെലക്ട് ചെയ്തെന്ന് ഞാൻ പറയാം. എനിക്കൊന്ന് സാരി ആണെങ്കിലും കുറച്ച് അതിന്റെ നോക്കിയൊക്കെ എടുക്കാനെ കുറച്ച് പാടല്ലേ. മറ്റേത് എക്സൽ എന്ന് പറഞ്ഞാൽ എന്റെ വയസ്സിന്റെ പറഞ്ഞാൽ ഞാൻ പോയി എക്സൽ ചുരിദാർ ഷോപ്പ് ചെയ്ത് എക്സൽ കിട്ടും. അല്ല, പല കമ്പനിക്ക് എക്സൽ പല വെറൈറ്റിയാ. ചിലപ്പോ ചേർന്നൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ലൂസ് ആവാൻ ചിലപ്പോ ഇപ്പൊ ലക്കായിരിക്കാം. എക്സൽ എന്ന് പറഞ്ഞു എക്സൽ എടുത്ത് മൊത്തത്തിൽ ഈ ലുക്ക് നല്ലായിരുന്നു. ഓർണമെന്റ്സ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഈ കളറും ഞാൻ കണ്ടിട്ടില്ല, നല്ലായിരുന്നു. ഇനി സുനിച്ചൻ എന്തോ പറയാനുണ്ട്. ഞാൻ പറഞ്ഞതേ അബീസിക പറഞ്ഞത് സമീറയുടെ അളവറിയാന്ന്. എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യയുടെ അളവറിയാം. അറിയായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് റിമിക്ക് ഒരു ചുരിദാർ എടുക്കാൻ പറയാൻ അത് സംശയമില്ല. എനിക്ക് എന്റെ ഭാര്യയുടെ എല്ലാവരുടെ അളവും എല്ലാ ഭർത്താക്കന്മാർക്കും ഈ പരിപാടിക്ക് വന്നേ പിന്നെ കറക്റ്റ് ആയിട്ട് അറിയാം. ശരി, നമുക്ക് ഇനി മാർക്കിലോട്ട് പോവാം അല്ലെ? ഓക്കെ, രഞ്ജിനി 8.5. ധന്യ 9 മാർക്സ്. ഷിനു 9 മാർക്സ്. 3 9 പ്ലസ് 8.5 ചേരുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലെ? 35.5. അബീസ്ക നടത്തിയ വളരെ സാഹസികത നിറഞ്ഞ ഈ ചുരിദാർ പർച്ചേസിന് അബീസ്കയ്ക്ക് കിട്ടിയ മാർക്കാണ് 35.5. അതില് അബീസ്കയുടെ ഭാഗത്തുനിന്ന് സമീറ ഇപ്പൊ സംസാരിക്കുകയാണ്. ഈ 35.5 എന്തെങ്കിലും കുറവുണ്ടോ അതെയോ? ഒബ്ജക്ഷൻ ഉണ്ട്. ഒബ്ജക്ഷൻ, യുവർ ഓണർ. സമീറയ്ക്ക് ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെ താഴെ ഒരു വോട്ടെടുപ്പ് നടത്താൻ പോവുകയാണ്. സമീറയുടെ ഈ മാർക്കിനോട് അനുകൂലിക്കുന്നവര് ആരൊക്കെയുണ്ട്? അല്ല, ഞങ്ങൾക്ക് ബാക്കിയുള്ള മാർക്കിലൊന്നും യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഉള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയാം. രഞ്ജിനി തന്ന മാർക്ക് ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. അത് പ്ലാൻ ചെയ്ത് തന്നതാണ്. ബാക്കി 9 മാർക്സ് ഞങ്ങൾ ഒബ്ജക്ഷൻ നോക്കാം. അപ്പൊ അബീസ്ക പറഞ്ഞതുപോലെ അബീസ്കയ്ക്ക് രഞ്ജിനിയുടെ 8.5 അദ്ദേഹത്തിന് കുറച്ച് ദേഷ്യം വന്നിരിക്കുന്നത്. അത് കുറഞ്ഞു പോയിരിക്കുന്നത്. നല്ല മാർക്കാണ്. നമുക്ക് നോക്കാം അബീസ്ക. ഈ താഴെ ഇരിക്കുന്ന ഒരു ചെറിയൊരു വോട്ടെടുപ്പ് നടത്താൻ പോവുകയാണ്. താഴെ ഇരിക്കുന്നവരിൽ ആദ്യം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹിഡൻ പാനലോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ രഞ്ജിനിയുടെ 8.5 മാർക്ക് ശരിയാണോ? അതിനോട് അനുകൂലിക്കുന്നവർ കൈപോക്കുക. 5. ബാക്കിയുള്ള എത്ര പേരുണ്ട് ഇവിടെ? 5 6 7 ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ വന്ന നമുക്ക് മെജോറിറ്റി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഹിഡൻ പാനലിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് രഞ്ജിനോട് ഒന്നും കൂടെ ചോദിക്കാം. ഈ 8.5 എന്നുള്ള മാർക്ക് തിരുത്താൻ രഞ്ജിനി റെഡിയാണോ? ഇപ്പൊ മാർക്ക് ഡിസൈഡ് ചെയ്തത് 35.5 കൊടുക്കുക എന്നുള്ളതാണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ ഒരാള് 8.5 കൊടുത്തേ പറ്റൂ. ആ 8.5 കൊടുത്തത് ഞാനായിപ്പോയി. അതേ ഇവിടെ സംഭവിച്ചുള്ളൂ. രഞ്ജിനി പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു മാർക്ക് ഡിസൈഡ് ചെയ്യുന്നു, അത് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ്. അപ്പം അതില് രഞ്ജിനി എന്ന് പറഞ്ഞ വ്യക്തി അല്ല ശരിക്കും ഇവിടെ 8.5 തന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അദൃശ്യ ജഡ്ജസിന്റെ അടുത്തോട്ട് തന്നെ പോവാം. ഒടുവിൽ നമുക്കിത് ആ നിർദ്ദേശം ലഭിക്കുകയുണ്ടായി നമ്മുടെ ഹിഡൻ പാനൽ ഓഫ് ജഡ്ജസിന്റെ. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ ആരും അവർക്ക് അറിയത്തില്ല, പേഴ്സണലായിട്ട് യാതൊരു അടുപ്പമില്ല. അവരുടെ തീരുമാനമാണ് നമ്മുടെ അന്തിമ തീരുമാനമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അവരുടെ നിർദ്ദേശം എനിക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ്: അവർ രഞ്ജിനിയുടെ അഭിപ്രായത്തെ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഇതില് എനിക്ക് യാതൊരു പങ്കുമില്ല. അവർ പറയണ തീരുമാനിക്കുന്ന കാര്യം കാരണങ്ങൾ തന്നിരിക്കുന്ന ഇതാണ്. രഞ്ജിനി ഇതുവരെ കൊടുത്തിരിക്കുന്ന മാർക്കുകൾ ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു. ഇതിന് മേലെ രഞ്ജിനി അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് രഞ്ജിനി ചെയ്തതിന്റെ ഭാഗത്ത് അവർ ന്യായമായിട്ടാണ് ഹിഡൻ പാനൽ ഓഫ് ജഡ്ജസ് പറയുന്നത്. അപ്പോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇത്. അപ്പോ അതിൽ എന്തെങ്കിലും അവർ കണ്ടിട്ടാവൂലോ ഇങ്ങനെ ഒരു എല്ലാവരും അപ്പൊ എല്ലാവരും കൂടെ 2 കൈ അടിച്ച് 10 വയസ്സ് കുറവാന്നുള്ള കാര്യം ഇനി അറിയാൻ മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി
പാവം സാറ് കാലം കൂടെ പിടിച്ച് നടന്ന സാറിനെ വരെ കുട്ടിക്കുപ്പായിട്ട് കണ്ടോ ഒരു ചെയ്യുന്നുണ്ടോ? സാറിന് 8 മാർക്കാണെങ്കിൽ നമുക്കെല്ലാം 8 മാർക്കായിരിക്കും. നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ എടുത്തത്. 8 രഞ്ജിയൊക്കെ പേനയൊക്കെ എടുത്ത് 9 ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 വിജയിക്കുക.